വളർച്ചയുടെ പടവുകൾ താണ്ടി ധനലക്ഷ്മി ഗ്രൂപ്പ്. ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ സഹോദര സ്ഥാപനമായ ഫാമിലി ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് ത്രിഫ്റ്റ് ആൻഡ് ക്രെഡിറ്റ് സൊസൈറ്റി ഫാംകോ ഒരേ സമയം 25 കസ്റ്റമർ ഫെസിലിറ്റേഷൻ സെന്ററും ഒരു ബ്രാഞ്ചും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ചരിത്രം സൃഷ്ടിച്ചു. ചടങ്ങ് തൃശൂരിലെ മരത്താക്കരയിലെ ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ ഭദ്രദീപം കൊളുത്തിക്കൊണ്ട് ഫാദർ AS ആന്റണി സ്വാമി ഉദ്ഘാടനം ചെയ്തു. ധനലക്ഷ്മി ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ സർ ഡോക്ടർ വിപിൻദാസ് കടങ്ങോട് അധ്യക്ഷനായിരുന്നു. ഫാംകോയുടെ പ്രവർത്തനം മാസങ്ങൾക്കുള്ളിൽ ഇന്ത്യയൊട്ടാകെ വ്യാപിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ആസൂത്രണങ്ങളാണ് നടപ്പാക്കി വരുന്നതെന്ന് നിറഞ്ഞ കരഘോഷങ്ങൾക്കിടയിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു. ഉയരങ്ങളുടെ വർഷമാണ് 2026 എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വർഷം പുതിയ ചരിത്രം സൃഷ്ടിക്കുന്ന കാര്യത്തിൽ ഒരു ആശങ്ക വേണ്ട എന്ന് എന്റെ കൂടെ നിൽക്കുന്ന എന്റെ ഫാമിലിയിൽ നിൽക്കുന്ന എല്ലാവർക്കും ഉറപ്പ് നൽകിക്കൊണ്ട് സഹജീവികളെ ചേർത്തുപിടിക്കാനും അവർക്ക് ആശ്വാസം പകരാനും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുക എന്നതാണ് ഏതൊരു ധനകാര്യ സ്ഥാപനത്തിന്റെയും അടിസ്ഥാന ലക്ഷ്യമാകേണ്ടത്. ആ ദൗത്യം വിജയകരമായി നടപ്പാക്കാൻ കഴിയുന്നതാണ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ധനലക്ഷ്മി ഗ്രൂപ്പിനെ വ്യത്യസ്തമാക്കുന്നതെന്നും കുറഞ്ഞ കാലം കൊണ്ട് കേരളത്തിലെ മുൻനിര സ്ഥാപനമായി വളരാൻ ധനലക്ഷ്മിക്ക് കഴിഞ്ഞത് അതുകൊണ്ടാണെന്നും സിനിമാ നടൻ ജയരാജ് വാര്യർ പറഞ്ഞു. ഫാംകോയുടെ ബ്രാഞ്ച് ഉദ്ഘാടനം നിർവഹിച്ച ശേഷം മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. സഹകരണ മേഖലയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി വിദ്യാഭ്യാസം, കാർഷികം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ ഫാംകോയ്ക്ക് കഴിയട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു. സഹകരണം എന്ന് പറയുന്ന വാക്കാണ് ഏറ്റവും വലിയ സഹകരണം. അത് നമ്മൾ തൃശ്ശൂർക്കാരായതുകൊണ്ട് കൈ കൊടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമുണ്ടല്ലോ. ഞാൻ നിങ്ങളെ കാണുമ്പോഴും ബഹുമാനപ്പെട്ട നിങ്ങളുടെ ചെയർമാനെയും ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെയും ബഹുമാനപ്പെട്ട പിതാവിനെയും നിങ്ങളെയൊക്കെ കാണുമ്പോൾ ഒരു ഹസ്തദാനം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, കൈ ഇങ്ങനെ കൊടുക്കുക. ആ കൈയും മറ്റൊരു കൈയുമായി ചേരുമ്പോഴാണ് ഒരു എനർജി ഉണ്ടാകുന്നത്. അതാണ് പോസിറ്റീവ് എനർജി. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തൃശ്ശൂർ പൂരം കഴിഞ്ഞ് തിരുവമ്പാടിയുടെയും പാർമേക്കാവിൻ്റെയും ആനകൾ തമ്മിൽ വിടചൊല്ലി പിരിയുമ്പോൾ തുമ്പിക്കൈ കൊടുത്തിട്ടാണ് പിരിയുന്നത്. 16 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 25 കസ്റ്റമർ ഫെസിലിറ്റേഷൻ സെന്ററും ഒരു ബ്രാഞ്ചും ഒരേ സമയം ഉദ്ഘാടനം ചെയ്തതിന് ഫാംകോയ്ക്ക് ഗിന്നസ് വേൾഡ് പുരസ്കാരം വേദിയിൽ സമ്മാനിച്ചു. ധനലക്ഷ്മി ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ സർ ഡോക്ടർ വിപിൻദാസ് കടങ്ങോട് പുരസ്കാരം ഏറ്റുവാങ്ങി. ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് സത്താർ ആദൂർ പുരസ്കാരങ്ങൾ നൽകി. ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് ഭാരവാഹികളായ ഷരീഫ്, സുധാസി എന്നിവർ പുരസ്കാരദാന ചടങ്ങിൽ പങ്കെടുത്തു. 16 ദിവസം കൊണ്ട് നേടിയ ഈ വിധത്തിലുള്ള സംഘാടന മികവ് വേറിട്ട കാഴ്ചയാണെന്ന് പുരസ്കാരം സമ്മാനിച്ചുകൊണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്റ്റേറ്റ് പ്രസിഡന്റ് സത്താർ ആദൂർ പറഞ്ഞു. ധനലക്ഷ്മി ചെയർമാൻ സർ ഡോക്ടർ വിപിൻദാസ് കടങ്ങോടിന്റെ ധനവിജയം എന്ന പുസ്തകത്തിന്റെ കവർ പ്രകാശനം ആറ്റൂർ സന്തോഷ് കുമാറിന് നൽകി ജയരാജ് വാര്യർ നിർവഹിച്ചു. പുതുസംരംഭങ്ങൾക്ക് മുന്നോടിയായി ധനലക്ഷ്മി ഗ്രൂപ്പ് നടത്തുന്ന സഹായ പദ്ധതികളുടെ ഭാഗമായി വീൽ ചെയർ, തയ്യൽ മെഷീൻ, ഭക്ഷ്യധാന്യ കിറ്റുകൾ എന്നിവയും വിതരണം ചെയ്തു. ധനലക്ഷ്മി ഗ്രൂപ്പിന് നേതൃത്വപരമായ പ്രവർത്തനങ്ങൾ നടത്തിയവരെ ചടങ്ങിൽ ആദരിച്ചു. ശ്യാംദേവ്, സുരാജ് KB, സുനിൽ കുമാർ K, ബൈജു ചുള്ളിയിൽ, CEO മാത്യു തോമസ്, വിമൽ വിജയ്, രാജേഷ് കുമാർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു.